ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാന്റെ ആണവ നിരോധനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിനും അമേരിക്കയ്ക്കും മറുപടി കൊടുക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്രംപിന്റെ ഇസ്രായേൽ സ്നേഹത്തിനും ഇറാന്റെ മേലുള്ള പിടിവാശിക്കും അനുയോജ്യമായ മറുപടി തന്നെ കൊടുത്തുകൊണ്ടാണ് ഇന്നലെ ഇറാൻ തിരിച്ചടിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ എന്താണ് ഇറാൻ മറുപടി കൊടുത്തത് എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ മറുപടിക്ക് ശേഷം 40 മിനിറ്റ് ട്രംപ് നെതന്യാഹുവുമായി സംസാരിച്ചതായും മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാന്റെ മറുപടിയെക്കുറിച്ച് ട്രംപ് കാര്യമായി തന്നെ ഒന്നും പറയുന്നില്ലെങ്കിലും അയാളുടെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പത്രങ്ങൾ പറയുന്നത് ഇറാനിൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ അനുവദിക്കുകയും ഇസ്രായേലിന്റെ ആണവ ശേഖരം മുഴുവനായി തന്നെ നിർബന്ധിതമായി നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് എന്നാണ്. മിഡിൽ ഈസ്റ്റിൽ ആരെങ്കിലും നിരോധിക്കണമെങ്കിൽ ഇസ്രായേലിലെ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന ഇറാന്റെ ആവശ്യം ട്രംപിനെ ഒരു വലിയ തലവേദനയാണ് സൃഷ്ടിക്കുക. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇക്കാര്യത്തിൽ ഇറാനെ തടയാൻ ട്രംപിന് കഴിയില്ല എന്ന് തന്നെയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ തടയാൻ അമേരിക്ക ഇത്രയധികം ശ്രമിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഇസ്രായേലുമായി ഇറാൻ ഒരു ആണവയുദ്ധം ഉണ്ടാക്കുമെന്നൊരു ഭയമല്ല. പകരം ഇരു രാജ്യങ്ങളും ആണവ ശക്തികളാകുന്നതോടെ ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിൽ പഴയതുപോലെ ശക്തിപ്രകടനം നടത്താൻ ഇറാൻ അനുവദിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെയുള്ളത് ഇതിന് പിന്നെയുള്ള അമേരിക്കൻ താല്പര്യങ്ങളാണ്. ഇറാൻ ആണവരാജ്യമാകുന്നതോടെ അത് അവർക്കൊരു ബിസിനസ് ആക്കാൻ കഴിയും. അതും ട്രംപിനെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട്. സൗദി അറേബ്യയെ ആണവ രാജ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവരിൽ നിന്നും വൻ തുക വസൂലാക്കാമെന്ന ട്രംപിൻ്റെ സ്വപ്നം ഇറാൻ ആണവ ശക്തിയാകുന്നതോടെ പൊളിയും എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അമേരിക്ക കൊടുക്കുന്നതിലും വളരെയധികം വില കുറച്ച് സൗദി അറേബ്യയ്ക്ക് ആണവ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇറാന് കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സൗദിയെ ആണവ കാര്യത്തിൽ സഹായിക്കാമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ പ്രഖ്യാപനം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ആ വാഗ്ദാനത്തെ മറികടന്നുകൊണ്ടാണ് പെട്ടെന്നുള്ള ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനവും സൗദിയെ ആണവ രാജ്യമാക്കാം എന്ന് അയാൾ പ്രഖ്യാപിക്കുന്നതും. ഇത് ഒരിക്കലും അയാളുടെ ഈ മിഡിൽ ഈസ്റ്റ് യാത്രയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നതല്ല. അത് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. എന്നാൽ സൗദിയെ സംബന്ധിച്ച് തൊട്ടടുത്തുള്ള ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. തന്നെയുമല്ല, ഇറാന്റെ ആണവ പദ്ധതിയിൽ റഷ്യ വലിയ തോതിൽ ഇടപെടുന്നു എന്നുള്ളതും സൗദിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ തന്നെ റഷ്യ ഇറാനിൽ 8 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാവുകയാണ്. അതിൽ 2 ഇതിനകം തന്നെ നിർമ്മാണത്തിലുമാണ്. അപ്പോൾ ഇറാനിൽ റഷ്യൻ സഹായത്തോടെ വളരെ വിപുലമായ ആണവ പദ്ധതികൾ ആരംഭിച്ച സ്ഥിതിക്ക് ഇറാനുമായി ചേർന്ന് അത്തരം പദ്ധതികൾ തുടങ്ങുന്നതാവും സൗദിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. അഥവാ ഇറാനുമായി സഹകരിക്കാൻ സൗദി തയ്യാറായില്ലെങ്കിൽ അമേരിക്കയും സൗദിയും തമ്മിലുള്ള ആണവ ബന്ധത്തെയും അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളെയും ഏതെങ്കിലും വിധത്തിൽ തകർക്കാനാവും പിന്നീട് ഇറാൻ ശ്രമിക്കുക. തന്നെയുമല്ല, സൗദിയെ ആശങ്കപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങളും ഇതിലുണ്ട്. ഇത്തരം പദ്ധതികൾ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യാവുന്നതൊന്നുമല്ല. ട്രംപിന് ശേഷം അമേരിക്കയിൽ മറ്റൊരു പ്രസിഡന്റ് വന്നാൽ അയാൾ സൗദിയുടെ ആണവ പദ്ധതികൾ നിർത്തിവെക്കാൻ തയ്യാറായാൽ സൗദി കൊടുക്കുന്ന കാശ് വെള്ളത്തിലാകും എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപിനെ പിണക്കാതെ തന്നെ സൗദി അയാളുമായി ഒരു ആണവ പദ്ധതിക്ക് തയ്യാറായത്. അതേസമയം തന്നെ ഇറാൻ നേതൃത്വവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഈ സൗദിയുടെ രാജാവായ മുഹമ്മദ് ബിൻ സൽമാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം സൗദി അമേരിക്കയെ അത്ര വിശ്വാസകരമായ ഒരു ആണവ സുഹൃത്തായി കാണുന്നില്ല എന്ന് തന്നെയാണ്. അവർക്ക് അമേരിക്കയേക്കാൾ വിശ്വാസം ഇറാനെയാണ്. സൗദിയെ സംബന്ധിച്ച് ഇറാൻ തൊട്ടടുത്തുള്ള രാജ്യവും അവരുടെ രാഷ്ട്രീയ നേതൃത്വം സ്ഥിരതയുള്ളതുമായതിനാൽ കരാറുകൾക്ക് ഒരു ഉറപ്പുണ്ടാക്കാൻ കഴിയും. അതും ട്രംപിനെ വല്ലാതെ നിരാശയിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാനിലെ ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള ഈ രാഷ്ട്രീയ സ്ഥിരതയെ തകർക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നതും ഇറാനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇയാൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതല്ലാതെ ഷിയ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അതല്ലെങ്കിൽ ഇറാനിൽ ജനാധിപത്യം കൊണ്ടുവരണമെന്നോ ഒന്നും അമേരിക്കയ്ക്ക് ഒരിക്കലും ആഗ്രഹമില്ല. തികച്ചും ട്രംപിൻ്റെ ബിസിനസ് ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇനി അഥവാ ഇറാൻ ആണവരാജ്യമായാൽ പോലും
അമേരിക്കയോ ട്രംപോ അതിൽ ആകുലപ്പെടേണ്ട കാര്യം എന്താണെന്നാണ് ഇറാന്റെ ചോദ്യം. ഇത് ഞങ്ങളുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, അതിനെയാണ് അമേരിക്ക എതിർക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. അവരുടെ ഭാഗം ശരിക്കും ന്യായം തന്നെയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണവശക്തിയുള്ള രാജ്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അതെടുത്ത് പ്രയോഗിക്കുമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. അതിന് കാരണം ആണവ പ്രയോഗം കൊണ്ട് ആർക്കും ലാഭമില്ല എന്നറിയാവുന്നത് കൊണ്ടാണ്. ആണവയുദ്ധം ഒരു നഷ്ടം തന്നെയാണ്. തരിശായതും ഭാവിയെപ്പോലും അപകടപ്പെടുത്തുന്നതുമായ ഒരു ഭൂമി തൊട്ടടുത്ത് കിട്ടിയിട്ട് ആർക്കും പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ആരും പരസ്പരം ഈ ആണവായുധം എടുത്ത് പ്രയോഗിക്കാൻ തയ്യാറാവാത്തത്. ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവ രാജ്യങ്ങൾ തന്നെയാണ്. ഈ രാജ്യങ്ങൾ തമ്മിൽ കാലങ്ങളായി ശത്രുതയിലുമാണ്. എത്ര പ്രകോപനമുണ്ടായാലും, അതല്ല ഒരു യുദ്ധമുണ്ടായിട്ട് പോലും ഇരു രാജ്യങ്ങളും ഒരു ആണവ പ്രയോഗം നടത്താൻ തയ്യാറാവുന്നില്ല. അതൊരു നഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യാത്തതും. നമ്മുടെ ഇടയിൽ ചിലരുണ്ട്, ഇന്ത്യ ആണവ രാജ്യമാണ്, അതുകൊണ്ട് പാകിസ്ഥാൻ അനങ്ങിയാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ പൊടി പോലും കാണില്ല എന്നൊക്കെ ഇവർ വീമ്പടിച്ചുകൊണ്ടിരിക്കും. അതൊരു അറിവില്ലായ്മയുടെ വീമ്പ് പറച്ചിലാണെന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. പിന്നെ പരസ്പരം ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എല്ലാ രാജ്യങ്ങളും ഈ ആണവായുധം ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇറാനും അത് തന്നെയല്ല ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭീഷണി കാലങ്ങളായി ഇറാൻ നേരിടുന്നുണ്ട്. അതിനെ മറികടക്കാനുള്ള ഏക പോംവഴി ഇറാനെ സംബന്ധിച്ച് ആണവായുധം സ്വന്തമാക്കുക എന്നത് മാത്രമാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ മിഡിൽ ഈസ്റ്റിനെ ആകെ സംരക്ഷിക്കും എന്നുള്ളതാണ് സത്യം. അതല്ലാതെ ഈ സൗദിയെയും ഖത്തറിനെയും ഒന്നും ആണവായുധം ഉപയോഗിച്ച് ഇറാൻ നശിപ്പിച്ച് കളയും എന്നൊന്നും അതിനർത്ഥമില്ല. ഇസ്രായേലിനെ പോലും ഇറാന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇസ്രായേലിനെ ഇത് കാണിച്ച് നിലയ്ക്ക് നിർത്താൻ കഴിയും. ലോകത്ത് ആണവായുധങ്ങൾ ഉപയോഗിച്ച ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം. ഒന്നല്ല, 2 തവണ. അതിൻ്റെ ഭവിഷ്യത്ത് ഇന്നും ജപ്പാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്രായേൽ ആണവായുധ വ്യാപനം തടയാനുള്ള NPTയിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഇസ്രായേലിനെ അമേരിക്ക ഔദാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളെ ഇത് നേടുന്നതിൽ നിന്നും അമേരിക്ക തടയുകയും ചെയ്തു. ഇതൊന്നും എക്കാലത്തും ആരും വകവെച്ച് കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റൊന്ന്, ഈ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടെ ഇറാൻ എത്ര രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അവരാരെ ആക്രമിച്ചിട്ടുമില്ല. എന്നാൽ ഈ പറഞ്ഞ ഈ 2 ഭീകര രാഷ്ട്രങ്ങൾ ആണവ ബോംബുകൾ നിർമ്മിക്കുകയും അത് കാണിച്ച് മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ശരിക്കും ഇറാൻ ഇപ്പോൾ ഒരു പ്രാദേശിക കളിക്കാരനല്ല എന്നുള്ളതാണ് സത്യം. അതൊരു ശക്തി കേന്ദ്രമാണ്. ഇറാന്റെ ഈ ശക്തിയെ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല, ലോകം മുഴുവൻ അതിനോട് പൊരുത്തപ്പെടേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ കളികൾക്ക് ഇനിയുള്ള കാലം ഒരു മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇറാൻ ചങ്കുറപ്പോടെ അമേരിക്കയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ട്രംപിൻ്റെ ഭാഷയ്ക്കും ഒരു പദം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന അമേരിക്ക ദുർബലമാണ് എന്നുള്ളതാണ് ഈ ട്രംപ് ഇങ്ങനെ അയയുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം. അതിൻ്റെ തെളിവാണ് ഗാസയിലെ ബന്ദിമോചന ചർച്ചകളിൽ ഇറാനും കൂടി പങ്കാളിയാകണമെന്ന് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടു തുടങ്ങുന്നത്. അങ്ങനെ ഇറാനെ ഉൾപ്പെടുത്താതെ ഈ ഗാസ യുദ്ധം അവസാനിക്കില്ല എന്ന് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് സത്യം തന്നെയാണ്. ഇറാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഗാസ യുദ്ധം തീർച്ചയായും അവസാനിപ്പിക്കാൻ കഴിയും. ഇറാൻ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.